ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ഏത് പൊന്നുമോനോടും ചോദിക്കും, രാജു പി നായരോടും ചോദിക്കും കേട്ടോ. അഭിലാഷ് എന്റെ അടുത്ത് ചോദിച്ചത് ഫണ്ട് സമാഹരിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ്. ആണ്. അങ്ങേക്ക് ബോധ്യം ഉണ്ടായിരുന്നു ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ല, സമാഹരിക്കുന്നതിൽ വീഴ്ച. റഹീം ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞപ്പോ അഭിലാഷ് ഇടപെട്ടില്ലല്ലോ. ഞാൻ അതല്ല രാജു പി നായരോട് ചോദിച്ചത്. രാഷ്ട്രീയ ആരോപണമല്ലേ അത്? ഞാൻ എങ്ങനെ ഇടപെടും? അതിനകത്ത് വന്നിരിക്കുന്ന പണം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇടപെടല്ലേ? എന്നാ നിങ്ങൾ സംസാരിച്ചോ. അല്ല, എന്നോടല്ലേ അങ്ങ് ചോദിച്ചത്? അതിനുള്ള മറുപടി പറഞ്ഞതാണ്. കുഴലൂത്തൊന്നുമായിട്ട് അഭിലാഷം ഇങ്ങോട്ട് വരരുത്. ഇതിൽ പിണറായി വിജയനുള്ള കുഴലൂത്തായിട്ട് രാജു പി നായർ ഇതൊക്കെ വേറെ പഴയ നമ്പറാണോ? ഇവിടെ ചെലവാവില്ലേ? എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ മതി. മറുപടി പറയാനുള്ള സമയം തരണം. ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ മതി. ചോദ്യം ചോദിക്കുന്നവരെ ആക്ഷേപിക്കുക എന്നുള്ളത് നല്ല മാസമൊന്നുമല്ല. എന്നോട് ചോദിച്ചതിന് മറുപടി പറയട്ടെ. പറയൂ. അങ്ങ് പകരം എന്നെ ആക്ഷേപിക്കുകയാണ്. മറുപടി ഉണ്ടെങ്കിൽ അത് പറയൂ. നടത്തല്ലേ? ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം തരൂ. അതിന് ഞാൻ റെഡിയാണ്. പകരം എന്നെ ആക്ഷേപിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ? താങ്കൾ എന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ പിണറായി വിജയന്റെ കുഴലൂത്ത് നടത്തുകയാണെന്ന് പറഞ്ഞത്? മുട്ടിലരയല്ലേ? അതാണ് എനിക്കും പറയാനുള്ളത്. ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ശ്രീ രാജു പി നായർ. പിന്നെ നിങ്ങളുടെ ഇങ്ങനെ ഇമാതിരിയുള്ള വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതവിടെ വെച്ചാൽ മതി, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ഏത് പൊന്നുമോനോടും ചോദിക്കും, രാജു പി നായരോടും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ നിങ്ങളുടെ യോഗങ്ങളിൽ ചേരുമല്ലോ, അവിടെ ഉന്നയിച്ചോളൂ പരസ്പരം. അങ്ങനെ ഉന്നയിച്ചിട്ടാണല്ലോ ഇതൊക്കെ പുറത്തേക്ക് വന്നത്. അതവിടെ. ഇങ്ങോട്ട് ഞാൻ വളരെ മാന്യമായിട്ട് അങ്ങയോട് ചോദ്യം ചോദിച്ചു. അങ്ങേക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ. ഉത്തരമുട്ടെങ്കിൽ അങ്ങ് പറയേണ്ട വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് ആക്ഷേപിച്ച് ഞാൻ അങ്ങോട്ടും പറയൂ, അത്രേ ഉള്ളൂ. 100 വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ? ആണ്. നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു? ഒരു ചോദ്യമാണ്, ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ ചോദ്യത്തെയും തടിവെപ്പി തർക്കം ഉണ്ടാക്കി. ഒന്നുകൂടി ചോദിക്കാം. 100 വീട് ശ്രീ രാജു പി നായർ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പക്ഷെ അതിന് സ്വാഭാവികമായും കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും? അതൊരു പ്രശ്നമാണ്.